അല്ലാഹുവിന്റെ നബിയേ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ? അപ്പോഴും എന്നോട് സ്നേഹമുണ്ടാകുമോ? എന്നെ കണ്ട പരിചയം കാണിക്കുമോ? എന്നെ സഹായിക്കുമോ? എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ, വല്ല പരിഗണനയും എന്നോട് കാണിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് കരയുകയാണ്. ആയിഷ, വല്ലാത്ത ഒരു ചോദ്യമാണ് നീ ചോദിച്ചത്, വല്ലാത്ത ഒരു ചോദ്യമാണ് നീ ചോദിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആയിഷ, സലാസത്തുൻ, 3 സ്ഥലങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുകയാ, അതാ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതി കഴിയുമ്പോ കബർ പൊളിച്ചിട്ട് എല്ലാവരും എഴുന്നേറ്റ് വരുന്ന പടച്ചുറപ്പിന്റെ കോടതിയുണ്ടല്ലോ. ആ പരലോകത്തേക്ക് എല്ലാവരും കടന്നു വരുമ്പോൾ എല്ലാരും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുമ്പോ 3 സ്ഥലങ്ങളിൽ ജനങ്ങൾ എത്തിക്കഴിഞ്ഞാല് 3 സ്ഥലങ്ങളിൽ ജനങ്ങൾ എത്തിക്കഴിഞ്ഞാ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഫലാ യദ്കുറു അഹദുൻ അഹദാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, പടച്ചറപ്പിന്റെ പരലോകത്ത് 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാ വാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പറപ്പില്ല, കൂട്ടുകാരില്ല, കുടുംബക്കാരില്ല, ശരീരത്തിന്റെ അവയവങ്ങൾ പോലുമില്ല. ഒരു മനുഷ്യനും നിന്നെ തിരിഞ്ഞു നോക്കൂല, ഒരാളും നിന്നെ കണ്ട പരിചയം കാണിക്കൂല. പെറ്റ ഉമ്മ മുന്നിലൂടെ നടന്നു പോയാലും നിന്നെ ഒന്ന് പരിഗണിക്കൂല. നിന്റെ വാപ്പ നിന്നെ തിരിഞ്ഞു നോക്കൂല, ഒരാളും നിന്നെ സഹായിക്കത്തില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടച്ചുറപ്പിന്റെ പരലോകത്ത് 3 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന് ചെന്ന് കഴിഞ്ഞാൽ അവനല്ലാതെ മറ്റൊരാളും അവനെ സഹായിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടപ്പറപ്പം കൂട്ടുകാര് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത, ഒരു മനുഷ്യനും സഹായിക്കാത്ത ആ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ 3 സ്ഥലങ്ങൾ ഏതാണ് നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആയിഷ, ഒന്നാമത്തെ സ്ഥലമേതെന്നറിയുവോ? ഒന്നാമത്തെ സ്ഥലമേതെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ പടച്ചുറപ്പ് പിടിച്ചു നിർത്തിയിട്ട് എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നമ്മൾ അല്ലാഹു വിചാരണ നടത്തുന്ന സമയമുണ്ടല്ലോ, ഹിസാബ് ചെയ്യുന്ന സമയമുണ്ടല്ലോ. അല്ലാഹു ചെയ്തത് മുഴുവനും 2 മലക്കുകൾ മറക്കാതെ എഴുതി വച്ചിരിക്കുകയാ. അവർക്ക് ഉറക്കമില്ല, ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മൾ ചെയ്യുന്ന സർവകാര്യങ്ങളും എഴുതി വെക്കുന്ന 2 മലക്കുകളുണ്ടല്ലോ. വെറുതെയല്ല ചെറുപ്പക്കാരാ, വെറുതെയല്ല ഉപ്പോ, പെങ്ങളെ, വെറുതെയല്ല പൊന്നുമോള്. നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് എഴുതി വച്ചിരിക്കുന്നത് മുഴുവനും നിന്റെ കയ്യിലേക്ക് പടച്ചവൻ വെച്ച് തരുന്ന, എന്നിട്ട് എല്ലാം എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഹിസാബിന്റെ വേളയിൽ ഒരു മനുഷ്യനും നിന്നെ തിരിഞ്ഞു നോക്കില്ല ആയിഷ, കണ്ട പരിചയം കാണിക്കില്ല ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, ആരും സഹായിക്കാനില്ലാത്ത ആ ദിവസമുണ്ടല്ലോ, ഒരാളും പരിഗണിക്കാത്ത ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് രക്ഷപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി പിടിച്ചു നിർത്തുന്ന സമയമുണ്ടല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മൻ ഹൂസിബ യൗമൽ ഖിയാമ, ഏതെങ്കിലും ഒരു മനുഷ്യനെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി പടച്ചറപ്പ് പിടിച്ചു കഴിഞ്ഞാൽ, ഒരാളെ വിചാരണയ്ക്ക് വേണ്ടി പടച്ചറപ്പ് പിടിച്ചു നിർത്തി കഴിഞ്ഞോ അവൻ നശിച്ചു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, ഈ വിചാരണയിൽ
സമയത്ത്, ഈ വിചാരണയുടെ സമയത്ത് രക്ഷപ്പെട്ട സ്വർഗത്തിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് കോടാരി കോടി ജനങ്ങൾ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം അല്ലാഹു ഒരു വിഭാഗം ആൾക്കാരെ അടുത്തേക്ക് വിളിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, 60,000 ആൾക്കാരെ അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്. ആ 60,000-ത്തിലെ ഓരോ വ്യക്തികളുടെ കൂടെയും 60,000 പേര്. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് ആൾക്കാരെ നാളെ പടച്ചുറപ്പ് പരലോകത്ത് തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് അവരെ അല്ലാഹു വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തി വിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് എല്ലാവരും വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ റബ്ബിന്റെ കോടതിയിൽ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു വിഭാഗത്തെ അല്ലാഹു വിചാരണയില്ലാതെ പടച്ചവൻ അവരെ സ്വർഗത്തിലേക്ക് കടത്തി വിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നാളെ പടച്ച റബ്ബിന്റെ ഒരു ദിവസം വീടിന്റെ അകത്ത് കരഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യ എടുത്തും മടിത്തട്ടിൽ വെച്ചിട്ട് കണ്ണുനീര് തുടച്ചു കൊടുത്ത് സമാധാനിപ്പിക്കാം. നബിയെ, എന്നോട് വലിയ സ്നേഹമാണോ നബി? ആണ് ആയിഷ, എനിക്ക് നല്ല ഇഷ്ടമാണ് നിന്നെ. എന്നുണ്ടാവോ? അവിടെ നിന്ന് പെട്ടെന്ന് ചോദിച്ചു, നാളെ റബ്ബിന്റെ കോടതി വരുമ്പോ ഞാൻ നിങ്ങളുടെ ഭാര്യ, വല്ല പരിഗണനയും കാണിക്കോ? കണ്ട പരിചയം ഉണ്ടാകോ? എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുവോ? എന്നെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആയിഷ, 3 സ്ഥലം ഒഴികെ, 3 സ്ഥലങ്ങൾ ഒഴികെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തും 3 സ്ഥലമുണ്ട്. ആ 3 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യൻ ചെന്നു കഴിഞ്ഞാൽ അവന്റെ കാര്യം അവൻ തന്നെ, വേറെ ആരും ഉണ്ടാകില്ല, ഒരാളും തിരിഞ്ഞു നോക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ട 1-ാമത്തെ സ്ഥലം ഞാൻ നിങ്ങളും ജീവിതത്തിൽ ചെയ്തു കൂട്ടണത് മുഴുവനും അള്ളാഹു പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അള്ളാഹു ചെയ്തു കൂട്ടിയത് മുഴുവനും എന്നോടും നിങ്ങളോടും എണ്ണി ചോദിക്കും. എല്ലാം ചോദിക്കും അല്ലാഹ്. ആ ചോദിക്കുന്ന സമയം നിന്റെ കൂടെ ഒരാളും ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു ആരെയെങ്കിലും വിചാരണയ്ക്ക് പിടിച്ച അവന്റെ കാര്യത്തിൽ തീരുമാനമായി, അവൻ നശിച്ചുപോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, രക്ഷപ്പെട്ടു പോകുന്ന ആരെങ്കിലും, ഈ വിചാരണ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു വിചാരണ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് ആയിഷ. അള്ളാഹു വിചാരണ ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർ അള്ളാഹു വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തിവിടും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. പ്രവാചകൻ അവിടെ നിന്ന് 6 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. 6 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ആ 6 കാര്യം ജീവിതത്തിലുള്ളവർ 6-ൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് 10 മണിയായി. ഇൻഷാ അള്ളാഹ് കറക്റ്റ് 1.5 മണിക്കൂർ നിർത്തും. 1:30 നിർത്തും. കറക്റ്റ് 11:30 ഇൻഷാ അള്ളാഹ് 6 എണ്ണം പറയാന്ന് ഞാൻ വാക്കൊന്നും പറയൂല. എത്ര എണ്ണം പറയുന്നോ അവിടെ അവസാനിപ്പിച്ച് ദുആ ചെയ്തു പിരിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബക്കറ്റ് പിരിവുണ്ടോ ബീബേ? ഉണ്ടോ? ഉണ്ട്. ആദ്യം നടത്തുന്നോ അവസാനം നടത്തുന്നോ? ഇടയിൽ വേണ്ട. ബക്കറ്റ് എടുത്താൽ ഓടുന്നൊരു വിഭാഗമുണ്ട്. ബക്കറ്റ് എടുക്കുമ്പോൾ ഓടുന്നൊരു വിഭാഗം, അത് വേണ്ട. അവരിന്ന് വയത് കേൾക്കട്ടെ. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക്. അള്ളാഹു നിങ്ങളുടെ റിസ്ക്കിൽ, അള്ളാഹു നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അപ്പൊ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു രാത്രി ഇരുന്ന് കരയാ. ഒരു രാത്രി പ്രവാചകൻ എഴുന്നേറ്റ് എന്തോ കണ്ടു ഭയന്നുകൊണ്ടിങ്ങനെ കരയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഞെട്ടി ഉണർന്നിട്ട് ചോദിച്ചു, എന്തേ നബി ഇരുന്ന് കരയുന്നത്? എന്ത് പറ്റി നബിയെ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, എന്നെ ജിബ്രീൽ വിളിച്ചു കൊണ്ടുപോയി ഖബറിന്റെ അകത്ത് കിടക്കുന്ന ആൾക്കാരെ മുഴുവനും കാണിച്ചു തന്നു. ഖബർസ്ഥാനിൽ കൊണ്ടുപോയി ഖബറിന്റെ അകത്ത് കിടക്കുന്ന എന്താന്നല്ലാ പടച്ചവനെ, എന്താ അതാബ് ആയിഷ. ഖബറിന്റെ അകത്ത് കിടന്ന് ജനങ്ങൾ വിളിച്ചു പോവാ, നരകത്തിന്റെ തീ, അതിനകത്ത് വല്ലാത്ത അതാബ് ഞാൻ കണ്ടു. അവിടെ നിന്ന് കൊണ്ടുപോയത് പരലോകത്താ. അവിടെ ചെല്ലുമ്പോ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും അല്ലാഹുവേ പടച്ചവനെ വൃത്തികെട്ട രൂപത്തിൽ ജനങ്ങൾ ഇങ്ങനെ വരിക. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഒരു നന്മയ്ക്ക് വേണ്ടി യാചിക്കാ ജനങ്ങൾ.
സിറാത്ത് എന്ന പാലത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അള്ളാഹുവെ ജനങ്ങൾ നരകത്തിന്റെ തീയിലേക്ക് വീഴുന്ന കാഴ്ച കണ്ടു ആയിഷ. അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, മരണത്തിന് ശേഷം രക്ഷപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? മരിച്ചത് മുതൽ സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് ഈ അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഈ മഹ്ശറയിലും ഖബറിലൊക്കെ രക്ഷപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ നബിയെ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ 3 ചെറിയ ആയത്ത് ആര് എല്ലാ ദിവസവും ഓതുന്നുണ്ടോ, ആര് ദുആഇന്റെ സമയത്ത് ഓതുന്നുണ്ടോ, അവൻ നാളെ പരലോകത്ത് രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ 3 ആയത്ത് ഓതിയ അവന്റെ പരലോകം അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? ഒരു 3 ആയത്ത് ഓതിക്കൂടെ? നിങ്ങൾക്ക് അറിയണ ആയത്താ മനുഷ്യന്മാരെ, പേടിക്കണ്ട. എല്ലാവർക്കും അറിയുന്ന 3 ആയത്ത് ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഓതാന്ന് നിയത്തിന്ന് വരുന്ന കൈവക്കി പറഞ്ഞു തരട്ടെ. ആ 3 ആയത്തങ്ങ് പറഞ്ഞു തരട്ടെ. വേണോ? വേണോ? വേണം. 11:30 വരെ ഇരിക്കണം. എത്ര വരെ? 11:30 വരെ അവിടെ ഇരിക്കുക. ആവശ്യമുള്ളവൻ ഇരിക്കും, അല്ലാത്ത പോയിട്ടുണ്ടാവും. ആവശ്യമുള്ളവരിരിക്കുക, അല്ലാത്തവർ വീട്. ഉസ്താദെ, പരലോകമൊക്കെ നാളെയല്ലേ, ഞാൻ വീട്ടിൽ പോകാം. വീടെത്തിയാൽ വലിയ കാര്യം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത, ഒരു മനുഷ്യനും സഹായിക്കാത്ത, പെറ്റ ഉമ്മ പോലും കണ്ട പരിചയം കാണിക്കാത്ത ആ പരലോകത്തെ രക്ഷപ്പെട്ടുകൊണ്ട് പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന വിഭാഗമാരാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. ഈ പറയുന്ന കാര്യങ്ങൾ നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ എപ്പോഴും പറയും ഉസ്താദേ പ്രസവത്തിന് മരണവേദനയാണെന്ന്, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആയിഷ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല ആയിഷ. അന്നൊരു ഗർഭിണി എങ്ങാണം അവിടെ നിന്ന് പ്രസവിച്ചു പോയാ അറിയില്ല പെങ്ങള്, ആ വേദന പോലും അവൾ അറിയില്ല. പാല് കൊടുക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ ഉമ്മയോടുന്ന ദിവസവാ. അല്ലാഹുവേ, അന്ന് തലച്ചോറ് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ദിവസമാണ്. ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് തലച്ചോറിങ്ങനെ ഉരുകി മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാ. ചെമ്പിന്റെ തറയിൽ നിന്ന് കാല് പൊള്ളുമ്പോ മക്കൾ അല്ലാഹുവിനോട് പറയുന്നു, നാദാ, എന്റെ ഉമ്മാനെ ഒന്നും മലത്തി കിടത്തി തരുവോറപ്പേ, ഞാൻ എന്റെ ഉമ്മയുടെ നെഞ്ചത്ത് കയറി ഞാനെന്ന് നിൽക്കട്ടെ അല്ലാ എന്ന മക്കള് പറയുന്ന ദിവസം സ്വന്തം വാപ്പയെ കാണിച്ചിട്ട് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കുണ്ടല്ലോ, കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. അല്ലാ, വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുളൻ വസഫീറാ. 70,000 ചങ്ങലകളിൽ നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാ. പടച്ചവനെ, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ. ആ ഒരു ചങ്ങലയിലെ ഒരു കൊളുത്ത് ഈ പ്രപഞ്ചത്തിനെക്കാളും വലുതാണ്. വലിയ ചങ്ങലയിൽ അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ട് വരുന്ന കാഴ്ച കാണുമ്പോ മക്കള് റബ്ബിനോട് പറയുന്നു, നാഥാ, എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം എന്റെ വാപ്പാന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയ അല്ലാ, എനിക്ക് സ്വർഗം തരണേ എന്ന് മക്കള് സ്വാർത്ഥരാകുന്ന ദിവസം അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ വിചാരണയില്ലാതെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുവോ? സഹാബാ. അല്ലാഹു
അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിന് പുറകെ ഒന്നൊന്നായി പേമാരി പോലെ നിന്റെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമോ, ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമോ എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അല്ലാഹുവിനെ കുറ്റപ്പെടുത്താത്തവനുണ്ടല്ലോ. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അവൻ ധാരണയില്ലാതെ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പടച്ചവരെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാത്രം ഇങ്ങനെ കടന്നു വരുമ്പോ ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ് വാപ്പാ. എല്ലാം നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 3 മാസം പ്രായമായപ്പോ അല്ലാഹു എഴുതി വെച്ചതാ നടക്കുന്നതെന്നുള്ള ചിന്ത നിനക്ക് വേണം. അല്ലാഹുവേ, ഇത് പടച്ചവന്റെ പരീക്ഷണമാണെന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് പ്രവാചകൻ പറയുമ്പോ നമുക്ക് ക്ഷമിക്കാൻ മനസ്സില്ലല്ലോ. ജീവിതത്തിലെ ദുഃഖങ്ങളും രോഗങ്ങളും കടങ്ങളും കച്ചവടത്തിലെ നഷ്ടങ്ങളും കടന്നു വരുമ്പോ അല്ലാഹുവേ പരാതിയാട്. ഉസ്താദേ, തഹജ്ജുദ് നിസ്കരിക്കുന്നവനോ, പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തവനോ, അതാ പാപങ്ങളെ സഹായിക്കുന്നവനോ, അല്ലാഹുവേ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവളാണ്, എനിക്ക് പടച്ചവൻ ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ എന്ന് പരാതി പറയുന്ന മുസ്ലിമേ, ചിലര് പറയാറുണ്ട് അല്ലാഹ്ക്ക് എന്നോട് എന്തോ ദേഷ്യമാ, എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ പടച്ചവൻ എന്നെ പരീക്ഷിക്കുന്നത് എന്ന് പറയുന്ന സഹോദരാ, പെങ്ങളെ, ഒരിക്കലും നിന്റെ നാവ് കൊണ്ടങ്ങനെ പറയല്ലോ. അല്ലാഹ്ക്ക് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ, അല്ലാഹുവിന് നിന്നെ വെറുപ്പായത് കൊണ്ടല്ല അല്ലാഹു നിന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിക്കുന്നത്. അല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നതിന്റെ കാരണം അല്ലാഹ്ക്ക് നിന്നെ ഇഷ്ടമായത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന് നിന്നോട് വെറുപ്പായത് കൊണ്ടല്ല പടച്ചവൻ നിനക്ക് വേദനകൾ തരുന്നത്. നീ 5 നേരം നിസ്കരിക്കുന്നവനോ, ഖുർആൻ ഓതുന്നവനോ, കഴിവിന്റെ പരമാവധി സദഖ കൊടുക്കുന്നവനോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനോ, എന്നിട്ടും അല്ലാഹു നിനക്ക് ദുഃഖം തരുന്നെങ്കിൽ അത് വെറുപ്പുള്ളത് കൊണ്ടല്ലോ, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ? അല്ലാഹു ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് കള്ളു കുടിച്ചവന്മാരെയല്ലോ, വ്യഭിചരിച്ചവരെയല്ലോ, പലിശ തിന്നവരെയല്ലോ, നിസ്കരിക്കാത്തവനെയല്ലോ, കാഫിരീങ്ങളെയല്ലോ. അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ? ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ, അവരെയാണ് അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാരെന്നറിയോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അല്ലാഹുവിന് വെറുപ്പുള്ളത് കൊണ്ടാണോ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയല്ലോ? തന്റെ വാപ്പാന്റെ മുഖം അല്ലാഹുവിന്റെ റസൂല് കണ്ടില്ലല്ലോ. കണ്ട് കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മ പോയല്ലോ. അല്ലാഹുവേ, താങ്ങും തണലുമായി നിന്നവര് ഓരോന്നായി ജീവിതത്തിൽ നിന്ന് വിട്ടുപിരിയുന്ന കാഴ്ചയായിരുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പീഡനമായിരുന്നല്ലോ. 3 വർഷത്തോളം വൃക്ഷത്തിന്റെ ഇല പറിച്ച് കടിച്ചിട്ട് കടന്നല്ലോ ലോകത്തിന്റെ നേതാവ്. എന്ത് ദുരിതമായിരുന്നു, എന്ത് പ്രയാസം
പ്രയാസമായിരുന്നു. അനുചരന്മാര് മുഴുവനും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടക്കുമ്പോ ഈ 2 കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിക്കെട്ട് നടന്ന പ്രവാചകനോ തന്റെ വീടിന്റെ അകത്ത് കഴിക്കാ ഭക്ഷണമില്ലോ, കുടിക്കാ വെള്ളമില്ലോ, ധരിക്കാ വസ്ത്രമില്ലോ. മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും തന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലായിരുന്നു. വഫാത്താകുമ്പോ തന്റെ പടയെങ്കിൽ പടയമായിരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകനെയാണ് പടച്ച റബ്ബ് ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. സ്നേഹം കൂടിയത് കൊണ്ടാ, അല്ലാഹുവിന് സ്നേഹം കൂടിയത് കൊണ്ടോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ചില അടിമകൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം നിർബന്ധമോ, ചില അടിമകൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം നിർബന്ധമോ, പക്ഷേ കയ്യിൽ അമലുകളില്ല, ഒരുപാട് സൽക്കർമ്മങ്ങളില്ല, സ്വർഗത്തിൽ പോകാൻ ജീവിതത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ സ്വർഗം കൊടുക്കുക? അല്ലാഹു ആ മനുഷ്യന് ചില പരീക്ഷണങ്ങൾ കൊടുത്തിട്ട്, മാരക രോഗങ്ങൾ കൊടുത്തിട്ട്, ക്യാൻസർ കൊടുത്തിട്ട്, ട്യൂമർ കൊടുത്തിട്ട്, കിഡ്നി തകർത്തിട്ട്, അതാ ശരീരം തളർത്തിയിട്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിലെത്തിക്കുകയാ. അല്ലാ, എന്നിട്ടാ ശമിച്ചതിന് പകരം അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എല്ലാ പരീക്ഷണമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ 6 മക്കളെയല്ലേ കബറടക്കിയത്. സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയെറിഞ്ഞ വാപ്പയാട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹു ഒരുപാട് പരീക്ഷിച്ചു. എല്ലാ സ്നേഹ കൂടുതൽ കൊണ്ടാ. തിരിച്ചറിയാ കഴിയണം വാപ്പോ, മനസ്സിലാക്കാൻ കഴിയണം പെങ്ങള്. പരാതി പറഞ്ഞുകൊണ്ട് നടക്കല്ലേ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, ശത്രുക്കൾ എന്റെ പച്ചയിറച്ചി കരിച്ചു നബിയേ. തീക്കകത്തിട്ട് കത്തിച്ചിരിക്കുകയാണ്. പച്ചയിറച്ചി കരിഞ്ഞ ശരീരം കൊണ്ട് വന്ന് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുവോ? നിങ്ങളുടെ മുൻഗാമികളുടെ അവസ്ഥ എന്തായിരുന്നെന്നറിയുവോ? ഒരു വലിയ കുഴിക്കകത്ത് ഇറക്കി നിർത്തുകയാണ്. തലയുടെ മുകളിൽ ഏർച്ചവാള് വെച്ചിട്ട് അവരോട് ചോദിക്കും, ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുന്നു? ഇല്ലെന്ന് പറയുമ്പോ പേപ്പർ മുറിക്കുന്നത് പോലെ തലയുടെ ഉച്ചയിൽ ഇങ്ങനെ ഈർച്ചവാള് വെച്ചിട്ട് അവിടെ നിന്ന് 2ആയിട്ട് മുറിച്ച് കളയുമായിരുന്നു സ്വഹാബ. അല്ലാഹുവേ, എന്നിട്ട് പ്രവാചകൻ നമ്മളോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തുന്നവര്, അല്ലാഹുവോട് പരാതി പറയുന്നവര്, നാട്ടുകാരോട് ആവലാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്, അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, അല്ലാഹു ചോദിക്കുകയാ, എടാ, സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, അതങ്ങ് ഓസിന് കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹു പറയുകയാ, ഫലമ്മാ യഅതികും മസലുല്ലദീന ഖലവൂ മിൻ ഖബ്ലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം നീയും അനുഭവിക്കാതെ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം കിട്ടില്ലെന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹു തന്നെ പറയുകയാ, ഞാൻ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശിരി സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം അവൻ അല്ലാഹു ഭയം കൊടുക്കുകയോ, അവന് പട്ടിണി കൊടുക്കുകയോ, അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തുകയോ, അവൻ അല്ലാഹു രോഗം കൊടുക്കുകയോ, അവന്റെ കച്ചവടം അല്ലാഹു നശിപ്പിക്കുകയോ, എന്തിനവന്റെ മക്കളുടെ മയ്യത്ത് അവനെ കൊണ്ട് തന്നെ കബറടപ്പിക്കുകയോ. ഇതെല്ലാം അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണമാണെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, കുറ്റം പറയില്ലേ, പരാതി പറയില്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ജീവിതത്തിന്റെ പ്രയാസങ്ങളെ കുറിച്ച് പരാതി പറയുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഒരു പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കും. തന്റെ മുന്നിൽ വന്ന് പരാതി പറയുന്നവരോട് എന്റെ മുന്നിൽ വന്നിട്ട് രോഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പ്രയാസങ്ങളെ കുറിച്ച് കടങ്ങളെ കുറിച്ച് ദുഃഖങ്ങളെ കുറിച്ച് പറയുന്നവർക്ക് അല്ലാഹു ഒരു പ്രവാചകന്റെ അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കും. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം അല്ലാഹു എന്ത് പ്രയാസം കൊടുത്താലും അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവൻ അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ അങ്ങനല്ല, നമുക്കങ്ങനെ ഒരു സ്വഭാവം ഇല്ല. ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കച്ചവടമൊക്കെ തകർന്നു, മക്കളൊക്കെ മരണപ്പെടുന്നു, രോഗങ്ങളായി. അപ്പൊ പറയാം ആരോ മുട്ട കുഴിച്ചിട്ട് കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുക, അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന ആരോ വീട് അല്ലോ മുട്ട കുഴിച്ചിട്ടുണ്ടോ, വെറ്റില കിട്ടുന്നുണ്ടോ, തകിട് കിട്ടുന്നുണ്ടോ, അല്ല, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ഇത് ഉണ്ടോ ഇല്ലേ അതൊന്നും ഞാൻ പറയുന്നില്ല. അത് ഉണ്ടോ ഇല്ലേ എന്നൊന്നുമല്ല വിഷയം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മരിക്കുന്ന വരെയുള്ള സർവ്വ കാര്യങ്ങളും. അതിലെ ചില കാര്യങ്ങൾക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താൻ പറ്റൂ. ബാക്കിയെല്ലാം അള്ളാഹു തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാ, ഞാൻ അനുഭവിക്കുക തന്നെ വേണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിക്ക് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടൊന്നുമല്ല, സ്നേഹം കൂടിയത് കൊണ്ടാണ്. 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യൻ അള്ളാഹു ക്യാൻസർ രോഗം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഉണ്ടോ? ക്യാൻസർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പറ മനുഷ്യന്മാരുണ്ടോ? ഇല്ല. ഞാനും ദുആ ചെയ്യും, നിങ്ങൾ ദുആ ചെയ്യും, അള്ളാഹുവേ ഇത് വരരുതെന്ന്. എങ്കിൽ നാളെ ക്യാൻസർ രോഗിക്ക് അള്ളാഹു പരലോകത്ത് വെച്ച് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ ഈ വരാത്തവൻ പറയുവത്രേ, എനിക്കിത് വന്നില്ലല്ലോ എന്ന് ഖേദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. കാരണമെന്തേ? 6 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന്. അപ്പൊ ക്യാൻസർ, ഉദരരോഗം, വയറിന്റെ അകത്ത് വരുന്ന രോഗങ്ങൾ കാരണം മരണപ്പെടുന്നവന്, അപ്പം നിസ്കരിക്കുന്ന അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ക്യാൻസർ പോലെയുള്ള രോഗം വന്ന് മരണപ്പെട്ട അവന് ഷഹീദിന്റെ കൂലിയാ. നാളെ ശുഹദാക്കളുടെ കൂടെ വിടുന്നത് കാണുമ്പോൾ ഇത് വരാത്തവൻ പറയും അത്ര, എനിക്ക് വന്നില്ലല്ലോ എന്ന്. അള്ളാഹു നമുക്ക് ഈ മതരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു എന്തെങ്കിലും ഒരു നടുവേദന വന്നാൽ പരാതി, ഒരു തലവേദന വന്നാൽ പരാതി, എന്തും പരാതി. എപ്പോഴിങ്ങനെ മുഖത്ത് എഴുതി വെച്ചേക്കണ പോലെ രോഗം. ഞാനൊരു രോഗിയാണെന്ന് കാണുന്നവർ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ എന്നിട്ടോ എല്ലാം ക്ഷമിക്കുകയും ചെയ്യും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിക്കാൻ ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു തരികയാ. ഏത് പ്രവാചകനെന്നറിയുവോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. സമയം കിട്ടുമ്പോ വായിച്ചു നോക്കണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിച്ചു നോക്കണം പെങ്ങള്. പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്, പഠിക്കാൻ ഒരുപാട് ഗുണപാഠമുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ വായിച്ചു നോക്കിയിട്ട് അതുപോലെ ഒരു പെണ്ണാകാ പഠിക്കു പൊന്നുമോള്. അല്ലാഹുവേ, രോഗം പിടിച്ച് തളർന്നു കിടക്കുന്ന ഭർത്താവിനെ കളഞ്ഞിട്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടികളുടെ കാലവാ. അല്ലാഹുവേ, ഭർത്താവിന്റെ കഴുത്തിറക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ. രോഗിയായ വലിച്ചെറിഞ്ഞിട്ട് കാമുകനെ വീട്
വീടിന്റെ അകത്ത് വിളിച്ചു കയറ്റുന്ന പെണ്ണുങ്ങളുടെ കാലവാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമൊന്ന് വായിച്ചു നോക്ക് പെങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം സുഖ ആഡംബരങ്ങൾക്ക് നടുവിൽ ജീവിച്ച പ്രവാചകരോ, അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി കൊടുത്ത പ്രവാചകരോ. പടച്ചവര് 81 വർഷക്കാല സുഖ ആഡംബരങ്ങൾക്ക് നടുവില് കൊട്ടാരത്തില് അല്ലാഹുവേ, പട്ടിണി എന്താണ്, പരിപട്ടം എന്താണ്, പ്രയാസം എന്താണ്, വേദന എന്താണ്, ഒരിക്കലും അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അറിയില്ലായിരുന്നു. പടച്ചവനെ, എന്നിട്ടും അല്ലാഹുവിനെ നന്ദി കാണിച്ച് ജീവിച്ച പ്രവാചകരാ. മലക്കുകൾ അയ്യൂബ് നബിയെ കുറിച്ച് എപ്പോഴും പറയുന്നത് കേൾക്കുമ്പോ ഇബ്ലീസിന് വല്ലാത്ത അസൂയ തോന്നി. അല്ലാഹുവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, അയ്യൂബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് നിനക്ക് നന്ദി രേഖപ്പെടുത്തുന്നത്. എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താ അയ്യൂബ് നിന്നെ മറക്കുമല്ലാ. അല്ല പോലും പറഞ്ഞു, ഇല്ലടാ ഇബ്ലീസ്, എടാ ശപിക്കപ്പെട്ടവരെ, എന്റെ അയ്യൂബ് എന്നെ മറക്കൂല. ഇബ്ലീസ് പറഞ്ഞു, ഇല്ല തമ്പുരാര്, നീ കൊടുത്തു നോക്ക് തമ്പുരാര്. ഇബ്ലീസ് അവിടെ നിന്ന് പറയുമ്പോ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുകയാണ്. അല്ലാഹു അവിടെ നിന്ന് പരീക്ഷണം കൊടുക്കുകയാ. അയ്യൂബ് നബി അവസാനം തന്റെ കൊട്ടാരം വിട്ടു ഒറ്റയ്ക്ക് വീട് വെച്ച് താമസിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാം നഷ്ടപ്പെട്ടു. ഒരൊറ്റ രാവ് വെളുത്തപ്പോ അയ്യൂബ് നബിയുടെ സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ഇന്നലത്തെ കോടീശ്വരൻ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ലോ. എല്ലാം അയ്യൂബ് നബിയുടെ സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ആ സമയത്തും അയ്യൂബ് നബി പറഞ്ഞത് എന്തെന്നറിയോ? ഇബ്ലീസ് മുന്നിൽ വന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എല്ലാം അല്ലാഹു തന്നു, അവൻ തന്നെ തിരിച്ചെടുത്തു. അയ്യൂബ് നബി പരാതി പറഞ്ഞില്ലോ. എന്നിട്ട് അയ്യൂബ് നബിക്ക് അല്ലാഹു ലോകത്തൊരാൾക്കും കൊടുക്കാത്ത ഒരു രോഗം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഭയാനകമായ ഒരു രോഗമാണ് കൊടുത്തത്. പടച്ചവൻ അവിടുത്തെ ശരീരത്തിന്റെ തോലുകൾ ഇങ്ങനെ പൊങ്ങുകയാണ്, പഴുത്തു പൊട്ടുകയാണ്, അതിലൂടെ ചലങ്ങൾ ഒലിക്കുകയാണ്. വല്ലാത്ത ദുർഗന്ധമാണ്. ഒരാള് പോലും അടുത്ത് വരുന്നില്ല, ഒരാള് പോലും അടുത്ത് വരുന്നില്ലോ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം പടരുമെന്ന് ഇബ്ലീസ് പറഞ്ഞ് പരത്തുകയാ. അവസാനം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ആട്ടിയിറക്കുകയാണ്. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പുറത്താക്കി, ഒരാളും കൂടെയില്ലോ. കുടുംബക്കാര് മുഴുവനും കൈയൊഴിഞ്ഞപ്പോ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ പ്രിയപ്പെട്ട ഭാര്യ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നബിയേ, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ. അല്ലാഹുവേ, മഹാനായ അയ്യൂബ് നബിയുടെ കയ്യിൽ പിടിച്ചു നടക്കുകയാ. രോഗം വരുമ്പോ, നടുവേദന വരുമ്പോ, തലവേദന വരുമ്പോ, കാലിന്റെ മുട്ടിന് വേദന എടുക്കുമ്പോ പരാതി പറയുന്ന വാപ്പമാരെ, റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് പടച്ചറപ്പ് രോഗം കൊടുത്തിട്ട് ഓരോ ദിവസം കഴിയുമ്പോഴും രോഗങ്ങൾ ഇങ്ങനെ അതാ കൂടുകയാണ്. അവിടുത്തെ മാംസങ്ങൾ ഇങ്ങനെ താഴെ വീഴുകയോ, എല്ലുകള് വെളിയിൽ കാണുകയോ, നടക്കാമയ്യാ, ഇരിക്കാമയ്യോ. അല്ലാ, റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ചുമന്നുകൊണ്ട് നടക്കുകയാ. കൊച്ചു കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ അതാ ഒരുമ്മ 10 മാസമാണ് കുഞ്ഞിനെ ചുമക്കുന്നത്. ഒരുമ്മ 10 മാസമാണ് കുഞ്ഞിനെ ചുമക്കുന്നത്. പക്ഷേ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചുമന്നത് 18 കൊല്ലവാ. ചുമന്നുകൊണ്ട് നടന്നു പെങ്ങള്. രോഗം പിടിച്ചപ്പോ കളഞ്ഞിട്ട് പോയില്ല, കണ്ടവന്റെ കൂടെ പോയില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മാതാ റഹ്മത്ത് ബീബി ചുമന്നുകൊണ്ട് നടക്കുകയാ. അവിടെ ഒരു ദിവസം നോക്കുമ്പോ അല്ലാഹുവേ, വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ അയ്യൂബ് നബിയോട് ചോദിക്കുന്നു, നബിയേ,
നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തോ നിങ്ങൾ ചോദിക്കുന്ന കാര്യം അല്ലാഹു തരുമല്ലോ. ഈ രോഗമൊന്ന് ശിഫയാക്കി തരാൻ ദുആ ചെയ്തുകൂടെ? അയ്യൂബ് നബിയുടെ ഭാര്യ പറയുമ്പോ അയ്യൂബ് നബി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, റഹ്മത്തേ, അല്ലാഹു എനിക്ക് ഒരുപാട് ആരോഗ്യം തന്നു, ഒരുപാട് സമ്പത്ത് തന്നു, ഭാര്യ മക്കളെ തന്നു, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു എനിക്ക് വാരിക്കോരി തന്നു. എന്തിനാ അല്ലാ ഇതൊക്കെ എനിക്ക് തന്നതെന്ന് ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് റബ്ബൊരു പരീക്ഷണം തന്നപ്പോ അല്ലാഹുവോട് പരാതി പറയാൻ എനിക്ക് വയ്യ. എന്നെ നോക്കി നീ മടുത്തെങ്കിൽ എന്നെ കളഞ്ഞിട്ട് പൊക്കോ റഹ്മത്ത്. ഞാൻ അല്ലാഹുവോട് പറയൂല, ഞാൻ അല്ലാഹുവോട് പറയൂല. 18 കൊല്ലം നടന്നു വാപ്പാ, 18 വർഷം നടന്നു. എന്നിട്ടൊരിക്കൽ പോലും അല്ലാ എന്റെ രോഗമൊന്ന് ശിഫയാക്കി താ അല്ലാ. ഒരിക്കൽ പോലും ദുആ ചെയ്തില്ല. എല്ലാ ദിവസവും ശൈത്താന് കടന്നു വരും. അയ്യൂബ് നബി പരാജയപ്പെടുന്നുണ്ടോ? പടച്ചവനെ അവസാനം പിരിഞ്ഞു പോകും. അവസാനം ഒരു ദിവസം നോക്കുമ്പോ അയ്യൂബ് നബി തന്റെ കരങ്ങൾ ഇങ്ങനെ ഉയർത്തുകയാണ്. തളർന്നു കിടക്കുന്ന രോഗം പിടിച്ച കൈ ഇങ്ങനെ ഉയർത്തുകയാണ്. ഇബ്ലീസിന് വല്ലാത്ത സന്തോഷമായി. അടുത്തു ചെല്ലുമ്പോ അയ്യൂബ് നബി അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയോ? നാദാ, എന്റെ വായിക്കകത്തൊക്കെ രോഗം വന്നിട്ട് എനിക്ക് ദിക്ർ പറയാൻ കഴിയുന്നില്ല റബ്ബേ, നിന്നെ സ്തുതിക്കാൻ കഴിയുന്നില്ല അല്ലാ. അതുകൊണ്ട് വഇന്നീ മസ്സനിയല്ലുറു അന്ത അർഹമുർ റാഹിബീൻ. രോഗം മാറ്റണമെന്നല്ല പറഞ്ഞത്, എനിക്ക് നിനക്ക് ദിക്ർ ചെയ്യാൻ കഴിയുന്നില്ലോ. ആ പ്രയാസമെങ്കിലും ഒന്ന് മാറ്റിത്താ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാം ഒന്ന് ദുആ പോലും ചെയ്യാൻ മനസ്സ് കാണിച്ചില്ലോ. അതുകൊണ്ട് നിനക്ക് പഠിക്കാറുള്ള ചരിത്രമോ, പാഠം ഉൾക്കൊള്ളാറുള്ള ചരിത്രമോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലിരുപികളും തേനിരുപികളും കള്ളാറൊക്കെ ഒഴുകുന്ന പടച്ച റബ്ബിന്റെ ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലിരുപികളും തേനിരുപികളും ഒഴുകുന്ന പടച്ചുറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം വെറുതെ കിട്ടില്ല, കഷ്ടപ്പാടും പരിശ്രമത്തിലൂടെയോ അത് ലഭിക്കൂ എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുമ്പോ രോഗം വരുമ്പോ പരാതി പറയല്ലേ, കടം വരുമ്പോ പരാതി പറയല്ലേ, പട്ടിണി വരുമ്പോ പരാതി പറയല്ലേ, പണമില്ലാതെ വരുമ്പോ പ്രിയപ്പെട്ട പെങ്ങള് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 11 ഭാര്യമാരുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹം ഖദീജയോടാണ്, ഏറ്റവും കൂടുതൽ സ്നേഹം ഖദീജയോടാ. അല്ലാഹുവേ, എന്ത് പറഞ്ഞാലും ഖദീജ മറ്റുള്ള ഭാര്യമാരോട് പറയും ഖദീജാനെ പോലെയാകണം. എന്റെ ഖദീജ എങ്ങനെയായിരുന്നു? എപ്പോഴും ഖദീജാനെ കുറിച്ചാണ് പറയുന്നത്. തനിക്ക് ആരെങ്കിലും അല്പം ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ അതിന്റെ ഒരു വിഹിതം ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കുമായിരുന്നു. അല്ലാ, അതിന്റെ കാരണം എന്തെന്നറിയോ? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത്രയ്ക്ക് സ്നേഹിക്കാറുള്ള കാരണം എന്താ? 40ാമത്തെ വയസ്സിൽ പ്രബോധനവുമായി കടന്നു ചെന്നപ്പോ ഖുറൈശികൾ അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാണ്, പ്രവാചകനെ അവിടെ നിന്ന് കളിയാക്കുകയാണ്. അവസാനം ഊരു വരക്കുമ്പോ ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിലേക്ക് റസൂലുള്ള കടന്നു പോകാൻ തയ്യാറെടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട്
അള്ളാന്റെ റസൂല് പറഞ്ഞു, ഖദീജ മക്കളെയും കൂട്ടിയിട്ട് നീ വീട്ടിലേക്ക് പോ ഖദീജ. പറയാറുള്ള കാരണം എന്തെന്നറിയുവോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകളായിരുന്നു ഖദീജ. പട്ടിണി എന്താണെന്നറിയില്ലോ, ദുരിതം എന്താണെന്നറിയില്ലോ, പ്രയാസം എന്താണെന്നറിയില്ലോ, സുഖാഡംബരങ്ങൾക്ക് നടുവിലൂടെ ജീവിച്ചവളാണ് ഖദീജ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ മക്കളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോ. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ. ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ചു, മരിക്കാനാണെങ്കിൽ ഒരുമിച്ചു, മരണം വരെ ഞാൻ കൂടെയുണ്ട് നബിയേ. പട്ടിണിയാണെങ്കിലും പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കഴിക്കാ ഭക്ഷണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കടക്കാ വീടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ. പെങ്ങളെ അതുപോലെയാകണം പൊന്നുമോള്. അല്ലാഹു ഒരു പരീക്ഷണം തരുമ്പോ കുറ്റപ്പെടുത്തല്, പരാതി പറയല്. അല്ലാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയോ, നാളെ വിചാരണയില്ലാതെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. കാരണം ഈമാൻ കാര്യത്തിൽ ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ? 2ാം ക്ലാസ് മുതൽ മദ്രസയിൽ പഠിക്കുന്നതല്ലേ ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ കാര്യം എന്താ? വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് ആര് വിശ്വസിക്കുന്നുണ്ടോ അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് കരുതിയിട്ട് ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.